യേശുവിൻ്റെ ശക്തിയുള്ള നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇത് കൊച്ചിൻ ലാംസ്റ്റൈൻ ചർച്ചിലെ പാസ്റ്റർ ജോൺ കൊടിയറിൻ്റെ പ്രബോധനങ്ങളാണ്. ഞാൻ മിനു സ്റ്റീവ് ഇംഗ്ലീഷിൽ നിന്നും ഇത് നിങ്ങൾക്കായി തർജ്ജമ ചെയ്യുന്നു. ഭൂമിയുടെ ആത്മീയ യാത്ര. ഇന്ന് പാസ്റ്റർക്ക് പഠിപ്പിക്കാനുള്ളത് ശ്രദ്ധയോടെ കേൾക്കണം. ഈ പഠിപ്പിക്കലിന്റെ പ്രത്യേകത കാരണം അതൊരു കഥയുടെയോ വിവരണത്തിന്റെയോ രൂപത്തിലാണ് അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട, നിങ്ങൾക്ക് എപ്പോഴും പാസ്റ്ററിനോട് ചോദിക്കാം. റെക്കോർഡിങ്ങും കാണാം. നാം ഇന്ന് എടുക്കുന്ന ഓരോ പടിയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനു മുമ്പത്തെ നൂറ്റാണ്ടുകളിൽ സംഭവിച്ചതിനേക്കാൾ കഴിഞ്ഞ 100 കൊല്ലങ്ങളിൽ ആത്മീകമായി ഇവിടെ പലതും സംഭവിച്ചിട്ടുണ്ട്. ഇത് ക്രോഡീകരിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭം സാക്ഷ്യം വഹിച്ചത് ശാസ്ത്രത്തിന്റെ പുതിയൊരു മാതൃക സ്ഥാപനമായിരുന്നു. എന്നാൽ അത് താത്വികമായി വിശ്വസിക്കുന്നത് വഞ്ചനാപരവും സാത്താനികവുമായ ഗ്രഹങ്ങളിലെ ജീവനുണ്ടെന്ന കടന്നുകയറ്റത്തിന്റെ പുതിയ തന്ത്രമാണ്. മനുഷ്യന്റെ വീഴ്ചയ്ക്ക് ശേഷം ദൈവമിട്ട ഒരു മറയെക്കുറിച്ചാണ്. നമുക്കറിയാം, അത് പ്രളയത്തിന് മുമ്പ് ഒരിക്കൽ പൊട്ടിപ്പോയിരുന്നു. ഇതാണ് ന്യായവിധിക്ക് കാരണമായ പ്രളയം. ഈ മറയെ വേറൊരു തരത്തിൽ വിവരിക്കുന്നുണ്ട്. യെശയ്യാ 59:2 നിങ്ങളുടെ ഭിന്നതകൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറക്കുമാറാക്കിയത്. വീണുപോയ മാലാഖമാർ മനുഷ്യന് മുന്നിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുമോ? ഇത്തവണ വെളിപ്പെടുമ്പോൾ അന്യഗ്രഹത്തിൽ നിന്നുള്ള സംരക്ഷകരായി സാത്താന്റെ ഭൗതിക രാജ്യത്തിന്റെ ഭരണാധികളായി സേവിക്കുവാൻ ആയിരിക്കുമോ വരിക? അവർക്കത് ചെയ്യാൻ പറ്റുമോ? പൈശാചിക ആത്മാക്കൾ ചിലപ്പോഴൊക്കെ പ്രത്യക്ഷമാവുകയും ഭൗതിക തലത്തിൽ മനുഷ്യരിൽ വസിക്കുകയും വ്യക്തികളെ ആക്രമിക്കാൻ പോലും അവർക്ക് കഴിയുകയും ചെയ്യുമോ? പാസ്റ്റർ പഠിപ്പിച്ച പഠനങ്ങളിൽ നിന്നും ഇതൊരു അത്ഭുതമായി നിങ്ങൾക്ക് തോന്നേണ്ടതില്ല. അത് നടന്നേക്കാം. പാസ്റ്റർ വചനത്തിൽ നിന്നും പണ്ട് എന്തൊക്കെയാണ് നടന്നത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ഭാവിയിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് യേശു പറഞ്ഞിട്ടുള്ളതും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരുപാട് സാമ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിനർത്ഥം അത് സത്യമാണ്. പക്ഷേ അതേപോലെ തന്നെ മറ്റൊന്നുകൂടി ശരിയാണ്. ഈ പൈശാചിക ശക്തികൾക്ക് ഭൗതിക തലത്തിൽ ഇടപെടുവാനുള്ള കഴിവ് വളരെ പരിമിതമാണ്. കാരണം 2 തെസ്സലോനിയരിൽ പൗലോസ് സംസാരിക്കുന്നുണ്ട്, നിരോധകൻ എടുത്തു കളയപ്പെടും എന്ന്. ഇത് അങ്ങനെ തന്നെ ആയിരിക്കും. വേദപുസ്തകത്തിൽ പറയുന്നു, യേശു വരുന്നതിന് അല്പം മുമ്പ് വരെ ആ തടസ്സം എടുത്തു മാറ്റപ്പെടുകയില്ല എന്ന്. ആ തടസ്സം മാറ്റിക്കഴിയുമ്പോൾ അന്തിക്രിസ്തുവിന്റെ ആത്മാവിന് മുൻപെങ്കും ഇല്ലാത്തവണ്ണം മനുഷ്യരാശിയിലേക്ക് പ്രവേശനം ഉണ്ടാവുകയും ചെയ്യും, അവസാനമായി തന്റെ മരണം കാണുന്നത് വരെ. പാസ്റ്റർ പറയുന്നത് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഓറിയന്റേഷൻ പരിപാടിയിലേക്ക് സ്വാഗതം. നിങ്ങൾ പഴയ പാഠങ്ങൾ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ പേടിക്കേണ്ട, അത് ഓൺലൈനിൽ നിങ്ങളുടെ പഠനത്തിന് വേണ്ടി ലഭ്യമാണ്. കഴിഞ്ഞ ആഴ്ച നാം വേദപുസ്തകത്തിലെ കാലഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. ചരിത്രപരമായ ഭൂതകാലത്തിൽ നിന്നും വർത്തമാനകാലം വരെ നാം പോയി. ഇപ്പോൾ നാം ആത്മീയ കാഴ്ചപ്പാടിലൂടെയാണ് കാണാൻ പോകുന്നത്. പാസ്റ്റർ വചനങ്ങൾ പരാമർശിക്കുന്നില്ല എങ്കിൽ ഒന്നുകിൽ അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പഠനത്തിനനുസരിച്ച് അതെല്ലാം തരുന്നതായിരിക്കും. ഇപ്പോൾ പാസ്റ്റർക്ക് നമ്മുടെ മുഴുവൻ ശ്രദ്ധയും വേണം. ഈ വിവരണത്തിന്റെ ഒഴുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനുള്ള ശ്രദ്ധ ഇതിലേക്ക് ആവശ്യമാണ്. പാസ്റ്റർക്ക് പ്രഘോഷിപ്പിക്കാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് എല്ലാം എഴുതി വെച്ചിട്ടാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്. ആയതിനാൽ നാം 3 മണിക്കൂർ പഠനത്തിലേക്ക് പോകാതിരിക്കുവാൻ വേണ്ടി. പാസ്റ്റർ തന്റെ കണ്ണ് നോട്ടിൽ മാത്രം വെച്ച് നിങ്ങളെ നോക്കി ചിരിക്കാതിരുന്നാൽ നിങ്ങളെ സ്നേഹമില്ലാത്തത് കൊണ്ടല്ല. പാസ്റ്റർക്ക് എല്ലാവരെയും വളരെയധികം സ്നേഹമുണ്ട്. വേദപുസ്തക അടിസ്ഥാനത്തിൽ ഈ ലോകത്തിലുള്ള ആദത്തിനു ശേഷം ജനിച്ച ഏതൊരാളും പിറന്നു വീഴുന്നത് ഒരു യുദ്ധത്തിലേക്ക് ആണ്. ഈ യുദ്ധം നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുകയില്ല. ഇതിന്റെ നിലനിൽപ്പ് വൈകിട്ടത്തെ വാർത്തകളിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നതുമില്ല. ഇതിന്റെ യാഥാർത്ഥ്യം ഭൂരിപക്ഷം ജനങ്ങളും തിരിച്ചറിഞ്ഞിട്ടുമില്ല. എന്നിട്ടും ഈ യുദ്ധം തുടക്കം മുതൽ ഉണ്ടായിരുന്നു. ഈ പോരാട്ട യുദ്ധത്തിന്റെ പരാജയപ്പെടൽ കാരണം വിനാശകരമായ സ്വാധീനമുണ്ടായി. പിശാച് അഥവാ സാത്താൻ എന്നറിയപ്പെടുന്ന പഴയ സർപ്പം ആ തോട്ടത്തിൽ പ്രവേശിച്ച് ആദ്യ സ്ത്രീ പുരുഷന്മാരെ ദൈവത്തോട് അനുസരണക്കേട് കാട്ടാൻ പ്രലോഭിപ്പിക്കുകയും ചെയ്തു. പാപത്തിലൂടെ മരണം ലോകത്തിലേക്ക് കയറി. വീണുപോയ മനുഷ്യൻ പെരുകുകയും ലോകം മുഴുവൻ നിറയുകയും ചെയ്തു. പ്രതീക്ഷ, ഹോപ്പ് ഇല്ലാതെയല്ല.
സ്ത്രീയുടെ ഫലത്തിൽ നിന്നും ഒരു രക്ഷകൻ വരും എന്ന വാഗ്ദാനത്തിൽ ഉള്ള പ്രത്യാശയിലാണ്. സ്ത്രീയുടെ വിത്തിനെ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കുവാൻ വേണ്ടി മനുഷ്യരാശിയിൽ മേലുള്ള ആദ്യത്തെ ആക്രമണം ഉടനെ തന്നെ ഉണ്ടായി. ഈ കടന്നുകയറ്റത്തെ ചിത്രീകരിക്കുവാൻ മഹത്തായ ശാസ്ത്രീയ ഫിക്ഷൻ സിനിമകൾക്ക് അതിന്റെ അടുത്ത് പോലും എത്താൻ പറ്റുകയില്ല. നിങ്ങൾക്കതിനെ ഒരു അന്യഗ്രഹ ജീവിയുടെ കടന്നുകയറ്റം എന്നൊക്കെ പറയാമെങ്കിലും, കാരണം ഈ കടന്നുകയറ്റങ്ങൾ മനുഷ്യരാൽ അല്ലായിരുന്നു. നാം ചിലപ്പോൾ ചിന്തിച്ചേക്കാം ഇവർ അന്യഗ്രഹത്തിൽ നിന്നുള്ളവർ ആണ്, നക്ഷത്രങ്ങളിൽ നിന്നുള്ളവർ ആണ് എന്നൊക്കെ. അതൊന്നും ശരിയല്ല. അവർ ദൂരെയുള്ള നക്ഷത്രക്കൂട്ടത്തിൽ നിന്നൊന്നും ഉള്ളവരല്ല. പക്ഷെ അവർ നേരെ മുകളിൽ നിന്നും താഴേക്ക് വന്നവരാണ്. ആമേൻ. മുകളിൽ എന്നതുകൊണ്ട് പാസ്റ്റർ ഉദ്ദേശിച്ചത് ആകാശവിധാനം, ഫെർമമെന്റ് എന്നാണ്. ദൈവം സൃഷ്ടിച്ചത് നാം ഇത് പിന്നീട് പഠിക്കും. പക്ഷെ ഇതുവരെ നമ്മൾക്ക് മനസ്സിലായോ? ഉൽപ്പത്തി 6:1-2 മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു എന്ന് വായിക്കാം. ഇത് ആ കടന്നുകയറ്റത്തെ കാണിക്കുന്നു. യൂദ 6 പോയാൽ തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. നമുക്ക് മനസ്സിലാക്കാം ഇത് മാലാഖമാർ ആണെന്ന്. ഈ മാലാഖമാർ ആകാശവിധാനത്തിൽ തങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് ആയിരിക്കുവാൻ വിസമ്മതിച്ചു. അവർ അവിടെ ദൈവം നൽകുന്ന ആജ്ഞകൾ നടപ്പിലാക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്. ദൈവം അവർക്കായി ഒരുക്കിയ ആ സ്ഥലം വിട്ട് അവർ താഴേക്ക് വന്നു, ഫെർമമെന്റിലേക്ക്, ഭൂമിയിലേക്ക്. അവിടെ ഈ കാവൽ ദൂതന്മാർ ഒരു കോളനി വൽക്കരണമാണ് നടത്തിയത്. അതിനുവേണ്ടി സംഘടിത പ്രവർത്തനവും നടത്തി. ടെറാഫോമ എന്നാൽ ഭൂമി ശരിക്കും ആയിരിക്കേണ്ടത് ആകാശവിധാനത്തിലായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്നാൽ അവർക്കായി ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. അവർ അതിനെ ധിക്കരിച്ചിട്ട് താഴേക്ക് വന്നു. ഇത് മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യം എന്തെന്നാൽ മനുഷ്യനും ഇതേപോലെ ഒരു സ്ഥാനം, ജോലി ഉണ്ടായിരുന്നു. നാം അത് മുറിച്ച് പോയി. അതാണ് ഉൽപ്പത്തി 3 സംഭവിച്ചത്. നാം നമുക്ക് നിർദ്ദേശിക്കപ്പെട്ട സ്ഥാനത്ത് നിന്നും വേറൊരു സ്ഥാനത്തേക്ക് പോയി, ദൈവത്തെ പോലെയാകുന്നതും ദൈവങ്ങളെ പോലെയാകുന്നതിനും വേണ്ടി. ഉൽപ്പത്തി 6 പറഞ്ഞിരിക്കുന്നു, മാലാഖമാരെ കുറിച്ചാണ് പറയുന്നത്. അവർ തങ്ങളുടെ സ്ഥാനത്ത് നിന്നും ഭൂമിയിലേക്ക് വന്നതിനെ കുറിച്ച്. ഈ മാലാഖമാരാണ് നെഫ്ലിമുകളുടെ, മല്ലന്മാരുടെ പിതാക്കന്മാർ. അവർ മ്ലേച്ഛതയുടെ സങ്കര സന്തതികളാണ്. അവർ ദേശം നശിപ്പിക്കുവാനും മനുഷ്യരെ മേയ്ക്കുവാനും തുടങ്ങി. അവർ മനുഷ്യന്റെ മാത്രമല്ല വൃക്ഷലതാദികളുടെയും മൃഗങ്ങളുടെയും ജനിതകങ്ങളെ മലിനപ്പെടുത്താനും ദൈവം തങ്ങൾക്ക് സ്വർഗത്തിലെ കൃത്യനിർവഹണത്തിനുതകുന്ന അതിനുള്ള ദൈവം നൽകിയ അറിവിനെ അവർ മനുഷ്യന് എല്ലാ തരത്തിലുമുള്ള വിലക്കപ്പെട്ട കാര്യങ്ങളും പഠിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി. അതവർ ചെയ്തത് മനുഷ്യനെ സിവിലൈസ്ഡ്, പരിഷ്കരിക്കുവാൻ വേണ്ടി, നഗരങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി അവരെ സജ്ജരാക്കുവാനാണ്. ഇപ്രകാരം ചെയ്തത് വീഴ്ച പറ്റിയ ദൂതന്മാർക്ക് ദൈവമായി ഭരിക്കുവാൻ വേണ്ടിയായിരുന്നു. ഗോഡ്സിനെ, ദൈവങ്ങൾ എന്നുള്ള വാക്ക് മനസ്സിൽ വെക്കുക. കാരണം നമ്മുടെ ദൈവം തന്നെ വിളിക്കുന്നത് ദൈവങ്ങളുടെ ദൈവം എന്നാണ്. അതിനൊരു കാരണമുണ്ട്. അത് നമ്മൾ അടുത്ത ആഴ്ച കാണും. ഈ മാലാഖമാർ പങ്കുവച്ച അറിവിനെ മനുഷ്യരാശിയുടെ ഉത്ബോധനായുള്ള മാർഗത്തിന്റെ ആയാണ് ഉയർത്തി കാണിച്ചിട്ടുള്ളത്. ഇതിനെ ഒരു സാങ്കേതിക പരിജ്ഞാനം എന്ന നിലയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അവർക്ക് മാലാഖമാരുടെ കൂടെ ദൈവങ്ങൾ ആയി ഇരിക്കുവാൻ വേണ്ടി. പക്ഷെ ഇതെല്ലാം നുണകൾ മാത്രമാണ്. വിൽക്കപ്പെട്ട ഈ പരിജ്ഞാനം ത്യാഗവും അധർമ്മവും ദുഷ്ടതയും മരണവും മാത്രമാണ്. സൃഷ്ടാവായ ദൈവം അവസാനം വളരെ ദുഃഖിതനായി ഈ ലോകത്തിലെ ദുഷ്ടതയുടെ വലിപ്പം കണ്ടിട്ട് തന്റെ സൃഷ്ടി കളങ്കപ്പെട്ടതിനാൽ അവിടുന്ന് എല്ലാം തുടച്ചു മാറ്റി പുതിയത് ആദ്യം മുതൽ തുടങ്ങുവാൻ വേണ്ടി തീരുമാനിച്ചു. ഒരു കുടുംബത്തെയും അവർ കൊണ്ടുവന്ന മൃഗങ്ങളെയും ഒഴിച്ച് എല്ലാറ്റിനെയും ദൈവം തുടച്ചു മാറ്റി. മനുഷ്യൻ, മൃഗങ്ങൾ, ഭൂമിയിലൂടെ ഓടി നടക്കുന്ന ചെറുജീവികൾ, ആകാശത്തിലെ പറവകൾ എല്ലാം വെള്ളത്തിനാൽ നശിപ്പിക്കപ്പെട്ടു. അതിജീവിച്ചത് നോഹയും അവനോടൊപ്പം പേടകത്തിൽ ഉണ്ടായിരുന്നവരും മാത്രമാണ്. വെള്ളം പിൻവാങ്ങിയപ്പോൾ ലോകം തിന്മയിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ടു. അതിനുവേണ്ടി മുഴുവൻ മനുഷ്യരെയും ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കേണ്ടിയും വന്നു. വീഴ്ച പറ്റിയ സാമ്രാജ്യങ്ങളും അവരുടെ പിതാക്കന്മാരും എല്ലാവരും തുടച്ചു മാറ്റപ്പെട്ടു. അവരുടെ സ്മാരകങ്ങളും കോട്ടകളും ഭൂമി കുലുക്കത്തിൽ തകിടം മറിയുകയും സമുദ്രങ്ങളാൽ മൂടപ്പെടുകയും ചെയ്തു. ദൈവത്തിനെതിരായി ഒന്നിച്ച് ഗൂഢാലോചന നടത്തിയ മാലാഖമാർ ഭൂമിയുടെ അഗാധ ഗർത്തങ്ങളിലേക്ക് കുഴച്ചു മൂടപ്പെട്ടു. എല്ലാത്തിനും അന്തിമ വിധി വരുന്നതുവരെ അവർ
അഗാധത്തിന്റെ അന്ധകാരത്തിൽ ബന്ധിക്കപ്പെട്ടുമിരിക്കുന്നു. നെഫ്ലിൻ, മല്ലന്മാരുടെ ശരീരമില്ലാത്ത ആത്മാക്കൾ ഭൂമിയിൽ അലഞ്ഞ് തിരിഞ്ഞു നടക്കാൻ വേണ്ടി ശപിക്കപ്പെട്ടു. അവരൊരിക്കലും സംതൃപ്തരാകാത്ത വണ്ണം വിശപ്പാലും ദാഹത്താലും പീഡിപ്പിക്കപ്പെട്ട് ഒരിക്കൽ കൂടി വസിപ്പാൻ വേണ്ടി ഒരു ശരീരത്തിനെ തിരിഞ്ഞ് അതിന് അതിയായ ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്നു. ശ്രദ്ധിച്ചു കേൾക്കുക. സാത്താന്റെ മാലാഖമാരെ ലോകത്തിലേക്കുള്ള നേരിട്ടുള്ള ഭരണം അവിടെ കഴിഞ്ഞു. അവന്റെ നേരിട്ടുള്ള ഭരണം കഴിഞ്ഞു. എന്നിരുന്നാലും ഭൂമി പിന്നെയും വൃക്ഷങ്ങളും ജീവജാലങ്ങളും കൊണ്ട് നിറയാൻ തുടങ്ങി. മനുഷ്യൻ പെരുകി വ്യാപിക്കാൻ തുടങ്ങുകയും ചെയ്തു. അത് നടക്കാൻ ആരംഭിച്ചപ്പോൾ തന്നെ മനുഷ്യകുലത്തിന്റെ ശത്രുവും തന്റെ പണി ആരംഭിച്ചു. ദൈവം നശിപ്പിച്ചത് വീണ്ടും നിർമ്മിക്കുവാൻ വേണ്ടി അവർ തുടങ്ങി. തന്റെ പ്രിയപ്പെട്ട സാമ്രാജ്യത്തിന്റെ അതിന്റെ ഏകദേശ ഉദ്ദേശം എന്നത് മനുഷ്യരാശിയുടെ അടിമത്തവും നാശവും തന്നെയാണ്. എന്നിരുന്നാലും ഇപ്രാവശ്യം അത് വളരെ വ്യത്യസ്തമായിരുന്നു. വീഴ്ച സംഭവിച്ച ദൂതന്മാർക്ക് തങ്ങളുടെ വിപ്ലവകരമായ ഗൂഢദൂതന്മാരെ ഭൂമിയിലേക്ക് അയച്ച് ഭാര്യമാരെ എടുക്കുവാനും നഗരങ്ങളും കൊട്ടാരങ്ങളും പണിയുവാനും അവിടെ സ്വയം പ്രഖ്യാപിത ആരാധനാമൂർത്തികൾ ആയിരിക്കുവാനും തങ്ങളുടെ പ്രജകളെ നേരിട്ട് ഭരിക്കുവാനുമുള്ള കഴിവ് ഉണ്ടായിരുന്നില്ല. അതേപോലെ മനുഷ്യരുടെ കൂടെ നടക്കുവാനും അവരുടെ ബുദ്ധികൂർമ്മതയും കണ്ട് ആദരിക്കപ്പെടുവാനും അവർക്ക് കഴിയുമായിരുന്നുമില്ല. അതിനു പകരം പ്രളയത്തിന് ശേഷം സാത്താന്റെ സാമ്രാജ്യങ്ങൾ അദൃശ്യമൂർത്തികളെ ആരാധിക്കുന്നതിലൂടെയായിരുന്നു നടപ്പിലാക്കിയിരുന്നത്. അതിന്റെ ഭരണം പലതരത്തിലുള്ള ആശയവിനിമയ സംവിധാനങ്ങളിലൂടെ ആസൂത്രണം ചെയ്തു. അതുകൊണ്ട് ദൈവം അതിനെല്ലാം ആത്മീയ മറവിന് കീഴിൽ ബന്ധിച്ചിരിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടി ഈ വിലക്കപ്പെട്ട അറിവിന്റെ ഛായാരൂപം പുതുതായി രൂപം കൊണ്ട ഈ സംസ്കാരത്തിലേക്ക് പ്രചരിപ്പിക്കപ്പെട്ടു. അത് ഈ സംസ്കാരവും അവരുടെ പൈശാചിക അഭിധേയകാംക്ഷികളുമായി ഒരു ബന്ധം നടപ്പാക്കുവാൻ വേണ്ടിയായിരുന്നു. വേറൊരു തരത്തിൽ പറഞ്ഞാൽ വീഴ്ച പറ്റിയ മാലാഖമാർ നെഫ്ലിമുകളെ മല്ലന്മാരെ ജനിപ്പിച്ചു. അവർ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് ആ ബന്ധനത്തിന്റെ ഇപ്പുറത്തേക്ക് വരുവാനോ ഭരിക്കുവാനോ കാണപ്പെടുവാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് സാത്താന് ഇവിടെ ഭരിക്കുവാൻ വേണ്ടി അവന് ഈ തടസ്സം മറികടന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകേണ്ടി വരും. സാത്താൻ അതുകൊണ്ട് മനുഷ്യനുമായി പലതരത്തിലുമുള്ള ആശയവിനിമയ സംവിധാനങ്ങളിലൂടെ ബന്ധം സ്ഥാപിക്കുവാൻ ആസൂത്രണം ചെയ്തു. ഈ രാജ്യത്തിന്റെ നേതാക്കന്മാരും സദസ്യരും തെറ്റായ പൗരോഹിത്യത്തിലും ജ്യോതിഷത്വത്തിലും ഭാവി പ്രവചനം നടത്തുന്നവർക്കും ആ ആതിഥേയത്വം കൊടുത്തു. ആരാധകരായ ഈ രാജ്യത്തെ പ്രജകൾ തങ്ങളുടെ രാജഭക്തി, വിശ്വാസ്യത ഈ തെറ്റായി വീണുപോയ ദൈവത്തോട് ഔപചാരികമായി സമ്മതിക്കുന്നത് വിഗ്രഹബലിയിലൂടെയും അവരുടെ ദേവാലയങ്ങൾ നിർമ്മിച്ചും ലഹരിയുടെ വിഹാരവും മദ്യപാന ആഘോഷങ്ങളിലൂടെയും എല്ലാം ആയിരുന്നു. പ്രളയത്തിനു ശേഷം ദൈവത്തിനെതിരായുള്ള എതിർപ്പ് വീണ്ടും ആരംഭിച്ചു. സ്വർഗത്തിലേക്ക് ഒരു ഗോപുരം ഉണ്ടാക്കി ദൈവത്തിന്റെ സിംഹാസനം കയ്യേറുക എന്ന നിമ്രോദിന്റെ ആദ്യത്തെ വിഫല ശ്രമം മുതൽ ബാബിലോണിൽ നിന്നും വിഘടിക്കപ്പെട്ടതിനു ശേഷം സ്ഥാപിക്കപ്പെട്ട എല്ലാ രാജ്യങ്ങളിലൂടെയും അത് സംഭവിച്ചു. ദൈവം ബാബേൽ ഗോപുരം നശിപ്പിക്കുകയും മനുഷ്യകുലത്തിന്റെ ഭാഷ കലക്കിക്കളയുകയും ചെയ്തതിനു ശേഷം വിഗ്രഹാരാധനയും ആഭിചാരവും വീണ്ടും ലോകം മുഴുവൻ പകരുകയും വികസിക്കുകയും ചെയ്തു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും യഥാർത്ഥ ദൈവം ഒരിക്കൽ കൂടി ഇടപെടാൻ തീരുമാനിക്കുന്നിടം വരെ. ഇപ്രാവശ്യം അത് ചെയ്തത് ഒരു മനുഷ്യനെ, ഒരു രാജ്യത്തെ തന്റെ നാമം ലോകം മുഴുവൻ വഹിക്കുവാൻ വേണ്ടി മാറ്റി നിർത്തിക്കൊണ്ടായിരുന്നു. നാം ഉൽപ്പത്തി 12 അധ്യായത്തിലേക്ക് എത്തി. ഈ സമയത്ത് നമുക്ക് കാണാം രാജ്യങ്ങളുടെ കൂട്ടം ഉണ്ടാകുന്നത്. ഇത് മനസ്സിൽ വെക്കേണ്ടത് അത്യാവശ്യമാണ്. ആ രാജ്യങ്ങളിൽ നിന്നും അവിടുന്ന് ഒന്ന് തെരഞ്ഞെടുത്തു. ഒരു മനുഷ്യനെ ഒരു രാജ്യമായി മാറാൻ തെരഞ്ഞെടുത്തത് പ്രധാനപ്പെട്ടതാണ്. പിന്നീടുള്ള പഠനത്തിനായി നമുക്കത് മാറ്റിവെക്കാം. എബ്രഹാം മുതൽ ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരിൽ നിന്ന് മോശ, അഹരോൻ, യോശുവ, ന്യായാധിപന്മാരായ ഗിദെയോൻ, രാജാക്കന്മാരായ ദാവീദ്, ശലോമോൻ, പ്രവാചകരായ എലീശ, സാമുവേൽ, ദാനിയേൽ, യോവേൽ, നൂറ്റാണ്ടുകളിലൂടെ പല പൈശാചിക ചക്രവർത്തികളുടെ ഉയർച്ചയെയും താഴ്ചകളിലൂടെയും സർവസൃഷ്ടികളുടെയും ദൈവം സ്വയം വെളിപ്പെടുത്തുകയും മനുഷ്യകുലത്തെ പാപത്തിന്റെ ശാപത്തിൽ നിന്നും, മരണത്തിൽ നിന്നും, പൈശാചിക ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ തന്റെ പദ്ധതി വെളിപ്പെടുത്തുവാൻ തുടങ്ങുകയും ചെയ്തു. അവസാനം നസ്രത്ത് എന്ന ചെറിയ പട്ടണത്തിൽ നിന്നും യേശു മുന്നോട്ട് വന്ന് തന്നെ വെളിപ്പെടുത്തി.
വാഗ്ദാനം ചെയ്യപ്പെട്ട മശിഹ, ദൈവത്തിന്റെ പുത്രൻ, വചനം മാംസമായി ഒരിക്കൽ സ്വയം ബലിയായത് മൂലം എന്നേക്കും എല്ലാവരുടെയും ശാപം നശിപ്പിക്കുകയും അങ്ങനെ എല്ലാ സ്ത്രീ പുരുഷന്മാരും ദൈവാത്മാവിലൂടെ വീണ്ടും ജനിക്കുവാനും അതിലൂടെ നാം ദൈവത്തിന്റെ പുതിയ ദേവാലയത്തിൽ വസിക്കുകയും ചെയ്യും. പിന്നീട് പല നൂറ്റാണ്ടുകളിലും ദൈവത്തിന്റെ സത്യം സാത്താനിക രാജ്യത്തിലേക്ക് പടർന്ന് മുന്നേറാൻ തുടങ്ങുകയും ആളുകളെ അവരെ തലമുറകളായി കെട്ടപ്പെട്ടിരുന്ന ബന്ധനങ്ങളിൽ നിന്നും വിടുവിക്കുകയും ചെയ്തു തുടങ്ങി. ഓർക്കുക, ഈ കാലം വരെ ആരാധിച്ചിരുന്നവർ അവർ ഒരു മറയ്ക്ക് പിന്നിൽ നിന്നായിരുന്നു ആരാധിച്ചിരുന്നത്. അവർ വഞ്ചിതരായിരുന്നു, എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ അന്ധരായിരുന്നു. അതുകൊണ്ടാണ് പാസ്റ്റർ പറയുന്നത്, പ്രകാശം ഇരുട്ടിൽ പ്രകാശിച്ചു എന്ന്. അതാണ് ലോകത്തിന്റെ വെളിച്ചം, യേശു ക്രിസ്തു. പ്രളയത്തിന് ശേഷം ആദ്യമായി വളരെയധികം ആളുകൾക്ക് മനസ്സിലാകാൻ തുടങ്ങി ഈ പൈശാചിക രാജ്യത്വത്തിൽ തങ്ങൾ ആരുടെ അടിമകൾ ആയിരുന്നു എന്ന്. യൂറോപ്പിലും ആഫ്രിക്കയിലും ഏഷ്യയിലും യേശുവിനെ കുറിച്ചുള്ള സത്യം പഠനാൻ തുടങ്ങി. ആളുകൾ സ്വതന്ത്രരാവാൻ തുടങ്ങി. ആ സമയം മുതൽ വലിയ ആത്മീയ പോരാട്ടം ഒരു പുതിയ വഴിത്തിരിവിൽ എത്തി. സാത്താൻ നമുക്കെതിരെ കൊണ്ടുവന്ന ആദ്യത്തെ ഉപായം പെർസിക്യൂഷൻ, ക്രൂരമായ പീഡനങ്ങൾ ആയിരുന്നു. പാസ്റ്റർ നേരത്തെ പറഞ്ഞു, ആദ്യത്തെ, അതായത് യേശുവിൻ്റെ കാലശേഷമുള്ള 300 വർഷങ്ങൾ നിങ്ങൾ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊല്ലപ്പെടുമായിരുന്നു. സാത്താൻ തൻ്റെ കളിപ്പാവകളായ റോമൻ ചക്രവർത്തിമാരെ ഉപയോഗിച്ച് ആദ്യ ക്രിസ്ത്യാനികളെ കൊന്നും തടവിലാക്കിയും പീഡിപ്പിച്ചും ഉപദ്രവിച്ചും ഇരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ഇത് സുവിശേഷത്തിന്റെ ശക്തി വെളിപ്പെടുത്തി. എങ്ങനെ? നിങ്ങൾക്ക് നിത്യതയിൽ പ്രത്യാശ വയ്ക്കുന്ന ഒരുവനിൽ നിന്നും അവന്റെ പ്രത്യാശ എടുത്തു മാറ്റാൻ കഴിയുകയില്ല. അതുകൊണ്ട് നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ വെളിച്ചത്ത് കൊണ്ടുവരുവാനായി. കാരണം വാളൻ മുനയിൽ പോലും ആരും തങ്ങളുടെ നാഥനും രക്ഷകനുമായവനെ തള്ളിപ്പറഞ്ഞില്ല. യേശുവിന്റെ നാമത്തെ ഏറ്റുപറയുകയായിരുന്നു തോക്കിൻ മുനയിൽ മുമ്പിൽ പോലും. കാരണം നിങ്ങൾക്ക് പ്രത്യാശ ഉണ്ടായിരുന്നു. നമുക്ക് അവിടെ വിട്ടുപോരാൻ ഇവിടം വിട്ടുപോയാൽ ഇതിലും നല്ല ഇടത്തേക്കാണ് പോകുന്നത് എന്നുള്ള. നിങ്ങൾക്ക് ഈ പ്രത്യാശ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകവുമായി ഒന്നുമില്ല. ആരെങ്കിലും പാസ്റ്ററിനോട് വന്ന് തങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞാൽ പാസ്റ്റർ പരിശോധിക്കും അവർക്ക് നിത്യതയിൽ പ്രത്യാശ ഉണ്ടോ എന്ന്. അത് അവരുടെ ജീവിതത്തിലെ ഫലങ്ങളിൽ നിന്നാണ് അറിയാൻ പറ്റുന്നത്. അവർ ആ പ്രത്യാശയിലാണോ ജീവിക്കുന്നത്, അതോ ഈ ലോകത്തിലാണോ? അതിൽ നിന്ന് കാണാൻ പറ്റും നിങ്ങൾക്ക് നിത്യതയിൽ പ്രത്യാശയില്ല, നിങ്ങൾ ലോകത്താൽ കെട്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ. പക്ഷെ ഇതാണ് പീഡകൾ എടുത്തു കാണിച്ചത്, നിത്യതയിലുള്ള പ്രത്യാശ. അതുകൊണ്ട് യേശുവിലുള്ള വിശ്വാസം മാത്രമാണ് പടർന്നത്. ഒരിക്കലും കുലുങ്ങാത്ത റോമ സാമ്രാജ്യം മനുഷ്യരുടെ ഭാരം നിമിത്തം കുലുങ്ങുവാൻ തുടങ്ങി. അപ്പോൾ സാത്താന് മനസ്സിലായി പീഡകൾ ഫലിക്കുന്നില്ല എന്ന്. അടുത്തത് സാത്താൻ വേറൊരു സമീപനമായിരുന്നു എടുത്തത്. അത് പലതരത്തിലും വളരെ ഫലപ്രദമായി തോന്നി. ആദ്യത്തേതിൽ നിന്നും സാമ്രാജ്യ ശക്തികളുടെ ബലത്തോടെ യേശുവിലുള്ള വിശ്വാസം വ്യാപിപ്പിക്കുന്നത് അടിച്ചമർത്തുന്നതിന് പകരം അവൻ അത് പിടിച്ചെടുത്തു. നേരെ എതിരായി പോകുന്നതിന് പകരം അവൻ അതിലേക്ക് അലിഞ്ഞു ചേർന്നു, അതിനെ മലിനപ്പെടുത്തുവാൻ വേണ്ടി. കുസ്തുന്തോനിയാസിന്റെ കാലം മുതൽ ശത്രു ദൈവദൂഷണപരമായ ഒരു പ്രചാരണം ആരംഭിച്ചു. തന്റെ പഴയ പൈശാചിക രാജ്യത്വങ്ങൾ പുതിയ രീതിയിൽ ആക്കുകയും പൈശാചിക ആഭിചാര നിഗൂഢ സമ്പ്രദായങ്ങളും പൗരോഹിത്യവും ഇപ്പോൾ ക്രിസ്തീയവൽക്കപ്പെടുകയും ചെയ്തു. വേറൊരു തരത്തിൽ പറഞ്ഞ വ്യാഴ ഭഗവാൻ, അതായത് ജുപ്പിറ്റർ ഭഗവാൻ വിശുദ്ധ പത്രോസ് ആയി മാറി. എന്തൊക്കെ ആഭിചാര ക്രിയകളും എടുത്തിട്ട് അതിനെ ക്രിസ്തീയവൽക്കരിച്ച് സ്വർലോകരാജ്ഞി ദൈവത്തിന്റെ അമ്മയായി. ഇത്തരത്തിൽ സാത്താന് അവരെ സമ്പത്തും അധികാരവും ലോകസുഖങ്ങളും കൊണ്ട് വശീകരിക്കുകയും എന്നിട്ട് ക്രിസ്തുവിന്റെ സഭയെ അകത്തുനിന്ന് തന്നെ മലിനപ്പെടുത്താൻ തുടങ്ങുകയും ചെയ്തു. അത് നടക്കുന്നുണ്ടോ? നിങ്ങളുടെ തന്നെ ജീവിതങ്ങൾ പരിശോധിക്കുക. നിങ്ങൾ എന്തിന്റെ പിറകെയാണ് പായുന്നത്? വിജാതീയ അമ്പലങ്ങൾ ക്രിസ്തീയ ദേവാലയങ്ങളായി ഉപയോഗിക്കുവാൻ തുടങ്ങി. വിഗ്രഹാരാധന, ആചാര അനുഷ്ഠാനങ്ങൾ ക്രിസ്തീയ ആചാരാനുഷ്ഠാനങ്ങളാക്കി മാറ്റി. ഈസ്റ്റർ അഥവാ എഷ്ടാർ എന്നത് ഒരു വിജാതീയ ഉത്സവമാണ്. അതിന് യേശു ക്രിസ്തുവുമായി യാതൊരു ബന്ധവുമില്ല. കഴിഞ്ഞ തവണ പാസ്റ്റർ നോക്കിയപ്പോൾ യേശു ക്രിസ്തു മുട്ടയിടുന്ന മുയൽ അല്ലായിരുന്നു. നിങ്ങളെ പാസ്റ്റർ മുറിവേൽപ്പിച്ചിട്ടില്ല എങ്കിൽ ഇനി അങ്ങനെ ചെയ്യുവാൻ പോവുകയാണ്. റോമൻ കത്തോലിക്ക സഭ വളരെ വേഗം തന്നെ ദൈവരാജ്യത്തിന് എതിരായുള്ള ഏറ്റവും ഫലപ്രദമായൊരു ആയുധമായി വളർന്നു വന്നു. അവിടെ അവർ പരിഹാസപൂർവ്വം അതിന്റെ പ്രവൃത്തികൾ അവിടുത്തെ പേരിൽ കൊണ്ടുവന്നു. ഈ തന്ത്രങ്ങളിലൂടെ ഒരു സംശയം വേണ്ട, പിശാചിന് വളരെ ചെറിയ രീതിയിലുള്ള സന്തോഷമല്ല കൊടുത്തത്.
ഈ ഭൗതിക സ്ഥാപനങ്ങളിലൂടെ സാത്താൻ മനുഷ്യരെ സ്വന്തമായി തങ്ങളെ തന്നെ വചനം വായിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തുവാൻ വേണ്ടി സാധിച്ചു. പകരം അതിലൂടെ അവരെ നേരത്തെ പൈശാചിക സമ്പ്രദായം നടപ്പിലാക്കിയ അതേ അടിമത്തത്തിലേക്കും അന്ധകാരത്തിലേക്കും തിരിച്ചയച്ചു. ഇപ്പോൾ അത് യേശുവിന്റെ നാമത്തിലാണ് ചെയ്യുന്നത് എന്ന് മാത്രം. ഇപ്പോഴും ദൈവകൃപ മൂലം സത്യം ഉറച്ചു നിൽക്കുന്നു, സുവിശേഷം വ്യാപിക്കുന്നു, മാനവകുലത്തിന്റെ രക്ഷിതാവും സൃഷ്ടാവുമായുള്ള വിശ്വാസം വളർന്നുകൊണ്ടേയിരിക്കുന്നു. സാത്താൻ ഉഗ്രവേഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഈ ലോകത്തിലെ ജനങ്ങളുടെ മേൽ നിയന്ത്രണം വീണ്ടെടുക്കുവാനായി തുടങ്ങി. അത് കത്തോലിക്ക സാമ്രാജ്യത്തിലൂടെയും യൂറോപ്യൻ മേൽക്കോയ്മയിലൂടെയും ആണ് സാധ്യമായത്. കാരണം എന്തെന്നാൽ മുമ്പെങ്ങും ഇല്ലാതിരുന്നത് പോലെ നാവിക ശക്തിയുടെ ആവിർഭാവം ലോകത്തിന്റെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് സമുദ്രത്തിലൂടെ കീഴടക്കുവാൻ വേണ്ടി അവർക്ക് സാധിച്ചു. അതേസമയം തന്നെ സാമ്രാജ്യത്വത്തിന്റെ വ്യാപിക്കൽ മൂലം മിക്കവാറും സുവിശേഷത്തിന്റെ സത്യവും വെളിവാക്കപ്പെട്ടു. അത് ജനങ്ങളുടെ മനസ്സും ഹൃദയവും യഥാർത്ഥ സത്യത്തിലേക്ക് തന്നെ അവർക്ക് വിഗ്രഹാരാധനയുടെയും ശമനീയ മതങ്ങളുടെയും യഥാർത്ഥ സ്വഭാവം അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചു. സാത്താൻ സാമ്രാജ്യത്വവും സ്വാത്വികപരവുമായ വഴിയിലൂടെ എത്രത്തോളം ലോകത്തിലേക്കുള്ള പിടിമുറുക്കുവാൻ ശ്രമിച്ചുവോ അതിലും കൂടുതൽ അവന്റെ രാജ്യം നിഴലിലൂടെ വ്യാപരിക്കുവാൻ നിർബന്ധിതമായി. താന്ത്രിക വിദ്യ അഭ്യസിക്കുന്നവരുടെ അറിവും വിഗ്രഹാരാധനകളുടെ അനുഷ്ഠാനങ്ങളും ബാബിലോണിൽ ആരംഭിച്ചു. അത് നൂറ്റാണ്ടുകളായി അവർ പല രഹസ്യ സമൂഹങ്ങളിലൂടെയും നിഗൂഢ വിദ്യാലയങ്ങളിലൂടെയും ഭൂഗർഭ സാഹോദര സ്ഥാപനങ്ങളിലൂടെയും കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്നു. പാസ്റ്റർ പഠിപ്പിച്ചു എന്താണ് ബാബേൽ ഗോപുരത്തിലും ബാബിലോൺ പട്ടണത്തിലും സംഭവിച്ചത് എന്ന്. ഈ രഹസ്യങ്ങൾ ഈ സമൂഹത്തിൽ തന്നെയായിരുന്നു. ഏറെക്കുറെ എത്രത്തോളം മനുഷ്യരാശിയിന്മേൽ സാത്താൻ തന്റെ അധികാരം പ്രയോഗിക്കും തോറും സർക്കാരുകളിലൂടെയും സൈന്യങ്ങളിലൂടെയും സാമ്പത്തികപരമായും ഒക്കെ അവിടെയൊക്കെ ദൈവസത്യവും വർദ്ധിച്ചു വന്നു. ഭൂരിഭാഗം ആളുകളും ലൂസിഫറിനെ ഒരു യഥാർത്ഥ ദൈവമായി തുറന്നു സമ്മതിക്കുകയില്ല. അവൻ തന്റെ സാമ്രാജ്യ സന്ദേശവാഹകരിലൂടെ സമ്പത്തിന്റെയും അധികാരത്തിന്റെയും വിപുലമായ സാമ്രാജ്യത്തെ നിയന്ത്രിച്ചിരുന്നാലും ആഭിചാരവും സാത്താന്യ വിശ്വാസങ്ങളും മനുഷ്യരാശി മുഴുവനായി സ്വീകരിക്കുന്ന ഒന്നല്ല. പക്ഷെ അത് മാറേണ്ടതാണ്. സാത്താന് അത് മാറ്റണമായിരുന്നു. അവന് വിജയം വേണമെങ്കിൽ അത് മാറണം. സാത്താന് ഈ ലോകത്തിന്മേലുള്ള സമ്പൂർണ്ണ ഭരണം പുനഃസ്ഥാപിക്കപ്പെടുകയും തന്നെ ദൈവമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യണം. അതിനുവേണ്ടി അവന് ഇതെല്ലാം മാറ്റേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. ഈ മുഴുവൻ ലോകവും സാത്താന് നേടുവാൻ തക്കവണ്ണം അവനൊരു പദ്ധതിയും തന്ത്രവും നടപ്പിലാക്കേണ്ടി വന്നു. അതിന്റെ സാധ്യത എത്ര വലുതാണെന്ന് വെച്ചാൽ മിക്കവാറും അതിൽ ഭൂരിഭാഗം ആളുകളും അവൻ ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്നവർ പോലും ഇങ്ങനൊരു കാര്യം ഉണ്ടെന്ന് വിശ്വാസത്തിൽ നിന്നും പിന്മാറുന്ന പോലെയാണ് പ്രവർത്തിച്ചത്. ആ തന്ത്രം പ്രവർത്തിപ്പിച്ചത് എങ്ങനെയെന്നാൽ ഒരു മനുഷ്യന് പോലും അത് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ പറ്റാത്ത രീതിയിൽ ആയിരുന്നു അത് ചെയ്യാൻ തീരുമാനിച്ചത്. പുരാതന കാലത്ത് ദൈവം മനുഷ്യരാശിയെ വീഴ്ച സംഭവിച്ച കാവൽക്കാരുടെ കയ്യിൽ നിന്നും നാശത്തിൽ നിന്നും രക്ഷിച്ചു. അതിനുശേഷം പൈശാചിക രാജ്യത്തിന്റെ ഭീകരതയിൽ നിന്നും രക്ഷിച്ചു. ദൈവം അവർക്ക് വേണ്ടി സൃഷ്ടിച്ച മണ്ഡലത്തിന്റെ അടിസ്ഥാന സ്വഭാവം മനുഷ്യർ ഇപ്പോഴും മനസ്സിലാക്കുന്നു. ഇനി മുതൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ഭൂമി ജീവജാലങ്ങളും ജന്തുക്കളും പക്ഷിമൃഗാദികളും കൊണ്ട് നിറഞ്ഞു നിന്നിരുന്നു. മനുഷ്യകുലത്തിന് അതിന്മേൽ ആധിപത്യവും അധികാരവും കൊടുത്തിരുന്നു. ആകാശവിധാന താരപ്രഭയാൽ നിറഞ്ഞിരുന്നു. താഴെയുള്ള ജീവജാലങ്ങൾക്ക് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും രേഖപ്പെടുത്തുവാനും അവയെ സേവിച്ച് ഭൂമിയുടെ വിശാല വ്യാപ്തിയിലൂടെ സഞ്ചരിക്കുവാനും അവരെ അനുവദിച്ചു. ദൈവത്തെ നിഷേധിച്ച് വീണുപോയ മാലാഖമാരെ സേവിച്ചിരുന്ന വിഗ്രഹാരാധികളായ രാജാക്കന്മാർ ദൈവങ്ങളെ ആരാധിച്ചു. മിക്കപ്പോഴും ആ ദൈവങ്ങൾ എവിടെ നിന്ന് വന്നിരുന്നു അവർക്കറിയാമായിരുന്നു. അവർ വന്നത് നക്ഷത്രങ്ങളിൽ നിന്ന്, ആകാശത്തിൽ നിന്നും, ആകാശമണ്ഡലങ്ങളിൽ നിന്നും എന്നാണ് തങ്ങൾ വരുന്നത് എന്ന്. ദൈവത്തിന്റെ സത്യം പൂർണ്ണമായും യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വത്തിലൂടെ വെളിപ്പെടുമ്പോൾ പുരാതന ശാസ്ത്രം അതിന്റെ മുഴുവൻ പശ്ചാത്തലവും മുഴുവനായി ഉൾക്കൊണ്ടിരുന്നു. സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമായിരുന്നു. ആദ്യം വീഴ്ച പറ്റിയ ദൂതന്മാരുടെ ഫലശൂന്യത വ്യക്തമാക്കി കാണിച്ചു തരികയും ചെയ്തു. താനാണ് ഈ ലോകത്തിന്റെ പരമാധികാരിയെന്നും മനുഷ്യരാശിയുടെ ആരാധനയ്ക്ക് താൻ യോഗ്യനായവൻ താനാണെന്നും ഈ ലോകത്തെ ബോധ്യപ്പെടുത്തുവാൻ സാത്താൻ തന്റെ മുഴുവൻ തിരക്കഥയും മാറ്റി എഴുതേണ്ടതായും വന്നു. അവന്റെ രാജ്യത്വം, അവന്റെ സന്ദേശവും പുതിയ രീതിയിൽ അവതരിപ്പിക്കേണ്ടതായും അവന് കാണിക്കേണ്ടി വന്നു. താനാണ് ദൈവങ്ങളുടെ ദൈവമെന്ന്.
ഷേക്സ്പിയറിന്റെ നാടകം ഒരു പുതിയ ആധുനിക കാലത്തിന് യോജിച്ച സിനിമയാക്കുമ്പോൾ പഴയ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കണമായിരുന്നു. അതിനുവേണ്ടി ആ തട്ടകത്തിന്റെ പശ്ചാത്തലം മാറ്റേണ്ടിയും വരും. നിങ്ങൾ ഒരു സയൻസ് ഫിക്ഷൻ സിനിമ കാണുകയാണെങ്കിൽ അതിൽ ഒരു സ്പേസ് ഷിപ്പ് ഉണ്ടാകേണ്ടതാണ്. പക്ഷെ അതിനു പകരം കൊല്ലത്തെ ഒരു ഗ്രാമം കാണിച്ചാൽ എങ്ങനെയിരിക്കും? ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ഷേക്സ്പിയർ നാടകത്തിൽ ഉള്ള കുതിരവണ്ടിയെ ഒരു കാറാക്കേണ്ടിയും വരും. 15-ാം നൂറ്റാണ്ടിന്റെ കെട്ടിടങ്ങളും പ്രകൃതിയും ഒക്കെ ആധുനികവൽക്കരിക്കപ്പെടേണ്ടിയും വരും. നമുക്കതിന്റെ പശ്ചാത്തലം മാറ്റേണ്ടിയിരിക്കും. സാത്താന് പുതിയ ഒരു പശ്ചാത്തല കഥ വേണ്ടി വന്നു, ഒരു പുതിയ വീക്ഷണകോണം. അതിലൂടെ സാവധാനം ദൈവത്തിനെതിരായ രഹസ്യ കാര്യപരിപാടി മനുഷ്യരാശിയുടെ മനസ്സിലേക്കും ഹൃദയത്തിലേക്കും പകരാൻ. എന്നിരുന്നാലും പുതിയ രീതി നേടാൻ ശ്രമിച്ചത് പരിചിതമായ തന്ത്രങ്ങളിലൂടെയാണ്. എന്തായിരുന്നു ആ പഴയ തന്ത്രം? നിഗൂഢമായ അറിവ്, വിലക്കപ്പെട്ട അറിവ്, മനുഷ്യരാശിക്ക് വിലക്കപ്പെട്ട അറിവ്, അത് ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള ആ പഴയ തന്ത്രം, അത് നമ്മുടെ അഹന്തയിലും അഹങ്കാരത്തിന്മേലും അവതരിപ്പിച്ച് ഇപ്പോൾ വീണ്ടും വിദഗ്ധമായി കൗശലപൂർവ്വം ചതിക്കുന്ന രീതിയിൽ ആണ് അവൻ വീണ്ടും അത് ഉപയോഗിക്കുന്നത്. ഈ ആഭിചാര്യ അറിവ് വീണ്ടും അവതരിപ്പിച്ചത് ശാസ്ത്രം എന്ന രീതിയിൽ ആണ്. ഈ മാറ്റി എഴുതപ്പെടലിലേക്കുള്ള അടിത്തറ ജോലികൾ മുന്നമേ തന്നെ പ്രാചീന ഗ്രീസിൽ, യേശുവിന്റെ ജനനത്തിന് മുമ്പ് തന്നെ ഗ്രീക്ക് തത്വചിന്തകന്മാരാൽ വഴിയൊരുക്കപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് കൊലോസ്യർ പുസ്തകത്തിൽ പൗലോസ് ഈ തത്വചിന്തകളെയും തത്വശാസ്ത്രത്തെയും തത്വചിന്തകരെയും കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. ശരിക്കു കേൾക്കുക. ഇത് ആഭിചാരങ്ങളിൽ നിന്നും ആത്മാക്കളുമായി സമ്പർക്കം നടത്തി വിഗ്രഹാരാധനാ അനുഷ്ഠാനങ്ങൾ മൂലം പൈശാചിക തലത്തിൽ നിന്നുകൊണ്ടാണ് പല പഠനങ്ങളും ആശയങ്ങളും എടുത്തിരുന്നത്. പിന്നീട് അവ തങ്ങളുടെ തന്നെ ഊഹാപോഹങ്ങളും മനുഷ്യ കേന്ദ്രീകൃത നിഗമനങ്ങളും ചേർന്ന് അവർ പ്രസംഗിക്കുവാൻ തുടങ്ങി. ഈ ആശയങ്ങൾ അവരുടെ പൈശാചിക ഉത്ഭവങ്ങളിൽ നിന്നും പിൻതലമുറയുടെ കണ്ണിൽ ശുദ്ധമായതായി തോന്നി. അത് സാധാരണ മനുഷ്യന്റെ ചിന്തകളാണെങ്കിൽ പോലും യൂറോപ്പിലെ നവോത്ഥാന കാലത്ത് ഈ ആശയങ്ങൾ വീണ്ടും ശക്തിപ്പെടുവാൻ തുടങ്ങി. ആ സമയത്ത് മനുഷ്യർക്ക് ഇതൊക്കെ വേദപുസ്തക പഠനങ്ങളോട് പൊരുത്തമുള്ളതായി തോന്നിത്തുടങ്ങി. അത് പതുക്കെ പതുക്കെ ക്രിസ്തീയവൽക്കരിക്കപ്പെട്ട് യൂറോപ്പിലെ ചിന്തകരുടെ ഇടയിലും വൈജ്ഞാനികളുടെ ഇടയിലും, പ്രത്യേകിച്ച് മാഗസ് എന്ന ഈജിപ്ഷ്യൻ എഴുത്തുകാരന്റെ വചനങ്ങളിലൂടെ, മാഗസ് എന്ന മഗായുടെ പാട്ടുകാരൻ എന്നാണ്, ഹെർമിസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത് ലത്തീനിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും അത് ബുദ്ധിജീവികളുടെ അഭിരുചിക്ക് അനുസരിച്ച് അവരുടെ ഇടയിൽ പ്രചാരണത്തിൽ ആവാൻ തുടങ്ങുകയും ചെയ്തു. മാഗസ് എന്നാൽ മഗായിയുടെ ഏകവചനം എന്നാണ്. അദ്ദേഹത്തിന്റെ പേര് ഹെർമിസ് ട്രെഡ്മാറ്റിസ് എന്നാണ്. എന്തുകൊണ്ടാണ് ഇത് ഇത്ര പ്രധാനപ്പെട്ടത് എന്ന് ചോദിച്ചതിൽ ഈ ചോദ്യം ചോദിച്ചതിൽ വാസ്റ്റർക്ക് സന്തോഷമുണ്ട്. യഹൂദ ആത്മീയവാദത്തിൽ നിന്നുണ്ടായ കബാല യഥാർത്ഥത്തിൽ തുല്യം, ചേർച്ച അല്ലെങ്കിൽ പാരമ്പര്യം സ്വീകരിച്ചു എന്നറിയപ്പെടുന്നു. ചിന്തകരും സന്യാസികളും സാഹിത്യ വിദ്യാഭ്യാസമുള്ളവരിൽ നിന്നും കൂടുതൽ പിന്തുണ ഇതിന് കിട്ടുവാൻ തുടങ്ങി. കബാല ഒരു നുണയും വഞ്ചനയുമാണ്. കബാലിസ്റ്റുകൾ വിശ്വസിക്കുന്നു അവരുടെ വിജ്ഞാനത്തിന്റെ ഉറവിടം റാസേൽ ദൂതനിൽ നിന്ന് ആദത്തിന് ലഭിച്ചതാണെന്ന്. അത് ഏതനിൽ നിന്നും പുറത്താക്കപ്പെട്ടതിന് ശേഷം. നിങ്ങൾ കബാലയെ കുറിച്ച് മനസ്സിലാക്കേണ്ടതെന്നാൽ അത് ദൈവത്തിന്റെ ഏകത്വത്തെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അത് ദൗത്യത്തെ കുറിച്ച് സംസാരിക്കുന്നു. അതായത് ദൈവത്തിന് ഒരു അമാനുഷികമായ ഒരു പ്രതിരൂപം കൂടി ഉണ്ട് എന്നവർ പറയുന്നു. എന്തിന് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നു എന്നാൽ ശാസ്ത്രങ്ങൾ പറയുന്നു, ശാസ്ത്രത്തിൽ അവർ കണ്ടുപിടിക്കുന്നത് എല്ലാം കബാലയിൽ മുന്നമേ തന്നെ പറഞ്ഞിട്ടുള്ളത് ആണ് എന്ന്. നമുക്ക് നമ്മുടെ ടെൻക്ലീലയിലേക്ക് തിരിച്ചു പോകാം. എന്താണ് നവോത്ഥാന കാലത്ത് യൂറോപ്പിൽ സംഭവിച്ചതെന്ന് നോക്കാം. കബാലയും മുസ്ലിം നിഗൂഢവാദത്തിൽ നിന്ന് വന്ന അൽക്കമിയിൽ എഴുതപ്പെട്ടതും എല്ലാം ആഭിചാരത്തിന്റെയും ഒക്കൾട്ടിന്റെയും അറിവും പഠനവും വ്യാപിക്കുവാൻ കാരണമായി. ഇന്നത്തെ വിദ്യാർത്ഥികളിൽ എത്ര പേർക്കറിയാം? അവർ ഇന്ന് ആദരവോടെ നോക്കുന്ന ഭൂരിഭാഗം പേരും അവർ ഭൗതികവാദ ശാസ്ത്രത്തിന്റെ മാർഗദർശികളും ദാർശനികരുമായിരുന്നു എന്ന്. ആഭിചാരം അഥവാ ഒക്കൾട്ട് കയ്യെഴുത്തു പ്രതികൾ അവതരിപ്പിച്ച ആശയങ്ങളും രഹസ്യവാദത്തിന്റെയും അടിസ്ഥാന തത്വങ്ങളിൽ വളരെയധികം സ്വാധീനിക്കപ്പെട്ടിരുന്നു. ഓർക്കുക, പഴയ തത്വജ്ഞാനികളെ. അവർ ഈ വിജ്ഞാനത്തെ എടുത്ത് അവരുടേതായ രീതിയിൽ അവതരിപ്പിക്കും. ഇതേപോലെ ലിയനാർഡോ ഡാവിഞ്ചി, ഐസക് ന്യൂട്ടൺ, ഫ്രാൻസിസ് ബേക്കൺ, റോബർട്ട് ഫ്ലോട്ട്, നിക്കോളസ് കോപ്പർനിക്കസ്, ഇവരെല്ലാം നാം സ്കൂളിൽ പഠിക്കുന്ന പേരുകളാണ്.
നിങ്ങൾ മനുഷ്യരെന്ന നിലയിൽ ഇവരെ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ, നാം ഈ വ്യക്തികളെ കുറിച്ച് പഠിക്കുന്നതെന്നാൽ അവർ വളരെ വിവേകശാലികളായിരുന്നു. അവർ തങ്ങളുടെ കണ്ടുപിടുത്തങ്ങളിലേക്കും ശാസ്ത്രീയ നേട്ടങ്ങളിലേക്കും വളരെ വ്യക്തമായ സൂക്ഷ്മ നിരീക്ഷണങ്ങളോടുകൂടെ യുക്തിഭദ്രമായ അനുമാനങ്ങളോടും കൂടിയാണ് ഈ ശാസ്ത്ര നേട്ടങ്ങളിലേക്കെല്ലാം എത്തപ്പെട്ടത് എന്നാണ്. അങ്ങനെയാണ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും അവരുടെ പല കണ്ടുപിടുത്തങ്ങളിലേക്കും അവർ എങ്ങനെ എത്തപ്പെട്ടത്? യാദൃശ്ചികമായി വായിച്ചു കൊണ്ടിരുന്ന ആഭിചാര പുസ്തകങ്ങളൊക്കെ പരിശോധിച്ചാൽ ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ പുരാതനമായ പ്രപഞ്ചത്തെക്കുറിച്ചും പ്രകൃതിയുടെ സ്വഭാവത്തെക്കുറിച്ചുമുള്ള പഠനങ്ങൾ തന്നെയാണ്. അവർ അതിനെ പുനർനിർമ്മിക്കുകയും അതിന് ക്രിസ്തീയ പരിവേഷം കൊടുക്കുകയും ചെയ്തിരുന്നു. വെറുതെ നിരീക്ഷിച്ചിട്ട് എൻ്റെ മേലൊരു ആപ്പിള് വന്നു വീണു, അപ്പോൾ അവിടെ ഗുരുത്വാകർഷണമുണ്ട്, അങ്ങനെയല്ല. ഈ തത്വങ്ങൾ ഒക്കെ ഒരു പൈശാചിക തലത്തിലുള്ള ആഭിചാര പ്രവർത്തികളിലൂടെ നേടിയെടുത്തതാണ് ഈ അറിവുകൾ. ഇതിലെ ആപത്തെന്നാൽ ഇത് ഇന്നത്തെ സഭയിലുമുണ്ട്. പല വെളിപാടുകൾ മനുഷ്യർക്ക് ലഭിക്കുന്നത് ടിവിയിലൊക്കെ പ്രക്ഷേപണം ചെയ്യുന്നു. ചോദിക്കണം, എന്താണ് വിഷൻ? വെളിപാട് എന്നത് അത് വേദപുസ്തകത്തിൽ ഇല്ലാത്തത് ആണ് എങ്കിൽ എഴുതപ്പെട്ടതിന്റെ അപ്പുറത്തേക്ക് നാം പോകരുത്. നാം പഠിച്ചുകൊണ്ടിരിക്കുന്നതിലേക്ക് നമുക്ക് പോകാം. വിശാല പ്രപഞ്ചത്തിന്റെ കോപ്പർനിക്കസിന്റെ ശാസ്ത്രവും ഗ്രഹ സൗരയുദ്ധവും എല്ലാം തുടങ്ങുവാനുള്ള സ്ഫോടനവും കോപ്പർനിക്കസ് വളരെ മുമ്പ് തന്നെ കബാലിസ്റ്റ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. തന്മാത്രകളും അവയുടെ രാസപ്രതിരോധ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ആശയം, അതേപോലെ തന്നെ ആറ്റത്തിന്റെ സംയോജന വിഭജനം മൂലമുള്ള രൂപാന്തരപ്പെടലും മൂലദ്രവ്യത്തിന്റെ രൂപാന്തരപ്പെടൽ, ഇവയെല്ലാം ആദ്യം അവതരിപ്പിച്ചത് ആൽക്കമി എന്ന ആഭിചാര ക്രിയകളിലാണ്. പ്രകൃതിയും പ്രപഞ്ചവും നിയന്ത്രിക്കുന്നത് അദൃശ്യ ശക്തികളും നിയമങ്ങളുമാണെന്നും അത് കണ്ടുപിടിക്കുകയും കണക്കുകൂട്ടുകയും അതിനുശേഷം വിവിധ സാങ്കേതിക വിദ്യകളിലൂടെ അത് വീണ്ടും പ്രാബല്യത്തിൽ കൊണ്ടുവരാം എന്ന ആശയം യഥാർത്ഥത്തിൽ ഹെർമെറ്റിസത്തിന്റെ അന്തർഭവിച്ചിരുന്ന ആശയമാണ്. ഹെർമെറ്റിസം എന്നത് ഈജിപ്ഷ്യൻ ആഭിചാരകനായ ഹെർമസ് ട്രിസ്മെഗിസ്റ്റിന്റെ പഠനങ്ങളാണ്. പാസ്റ്റർ ഇപ്പോൾ പാശ്ചാത്യ വെസ്റ്റേൺ ശാസ്ത്രത്തെക്കുറിച്ച് ഉള്ള അറിവിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഈ നിഗൂഢജ്ഞാനം കൂടുതൽ വെളിവാകുന്നത് കിഴക്കൻ ശാസ്ത്രശാഖയിലാണ്. നമുക്ക് കൂടുതൽ ബന്ധങ്ങൾ അവിടെയാണ്. ഇന്ത്യക്കാർ എന്ന നിലയിൽ നമ്മുടെ ഭൂതകാലം എടുത്താൽ നമുക്കൊരു മഹത്തായ ഭൂതകാലം ഉണ്ടായിരുന്നു. മഹാഭാരതത്തിൽ ആളുകൾ പറയുന്നു ആണവായുധങ്ങൾ വരെ ഉണ്ടായിരുന്നു എന്ന്. അഫ്ഗാനിസ്ഥാനിലോ പാകിസ്ഥാനിലോ ഒക്കെ വളരെ ശക്തിയേറിയ വികരണങ്ങൾ ഉള്ള അണുപ്രസരണത്തിന്റെ ഇഫക്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. അത് നിഷേധിക്കാൻ ആവാത്തത് ആണ്. പാസ്റ്റർ പറയാൻ ആഗ്രഹിക്കുന്നതെന്നാൽ അതിന്റെ ആത്മീക വശം നമ്മുടെ വീക്ഷണകോണിൽ വളരെ വ്യക്തമാണ്. പക്ഷേ പാശ്ചാത്തല വീക്ഷണകോണിൽ എല്ലാ ആത്മീയതയും മാറ്റപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അസ്തിത്വത്തെ വരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ ഐഡിയാസ് മുന്നോട്ട് വെക്കുന്നവർ പറയും, ഞങ്ങൾക്കിത് ലഭിച്ചത് ഞങ്ങളുടെ ബുദ്ധി കൊണ്ടാണ്. ഐസക് ന്യൂട്ടന് കലർപ്പില്ലാത്ത ശുദ്ധമായ പുരാതന പ്രബോധനങ്ങളുടെ ആശയങ്ങളിൽ വലിയ വിശ്വാസം ഉണ്ടായിരുന്നു. ഭൗതിക ലോകത്തോടുള്ള തൻ്റെ അറിവ് മനസ്സിലാക്കുവാൻ വേണ്ടി വളരെ ഉത്സാഹത്തോടെ അദ്ദേഹം പഠിച്ചു. ന്യൂട്ടന്റെ കൈയെഴുത്തു പ്രതികളിലും കോപ്പർ ഹെർമറ്റിസിനെ കുറിച്ചുള്ള വിശദമായ പഠനത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. പുരാതന കാലം മുതൽ ഈ എഴുത്തുകൾ ആശയ സംക്രമണം നടത്തുന്നതായി പറയപ്പെടുന്നു. ഇതിൽ നക്ഷത്രങ്ങളെയും പ്രപഞ്ച ശക്തികളെയും സ്വാധീനീകരിക്കപ്പെടുവാനുള്ള രഹസ്യങ്ങളും സാങ്കേതികങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ട്. വേറൊരു തരത്തിൽ പറഞ്ഞാൽ അവർ ഉദ്ദേശിച്ച തത്വം എന്തെന്നാൽ മുകളിലത്തെ പോലെ താഴെയുമാണ്. നല്ല അളവിൽ ധനസഹായം ഉണ്ടായതുകൊണ്ട് ഫ്രീ മേസൺസ്, റോസ്റ്റേറിയൻസ് എന്നീ സഹോദര പ്രസ്ഥാനങ്ങളുടെ സഹായം കൊണ്ട് ശാസ്ത്രീയ അറിവുകളുടെ പുരോഗതിക്കായി നിയമിക്കപ്പെട്ട ആദ്യത്തെ ഔദ്യോഗിക പ്രസ്ഥാനമായി റോയൽ സൊസൈറ്റി നിലവിൽ വന്നു. ഈ ബ്രദർഹുഡുകൾ, സഹോദര സ്ഥാപനങ്ങൾ എന്നിവ ആഭിചാര പ്രസ്ഥാനങ്ങളാണ്. ഗൂഢവിജ്ഞാനം ഉള്ളവർ. ഇതിനെക്കുറിച്ച് നേരത്തെ പാസ്റ്റർ സംസാരിച്ചിരുന്നു. റോയൽ സൊസൈറ്റി എന്നത് ശാസ്ത്രീയ പ്രസ്ഥാനങ്ങളുടെ തുടക്കക്കാരനായിരുന്നു. മനസ്സും ചിന്തയും മാറിപ്പോകരുത്, കാരണം നിങ്ങൾ സത്യം അറിയണം. അത് നിങ്ങളെ സ്വതന്ത്രരാക്കും. പല ദിവ്യ വെളിപ്പെടുത്തലുകളിലും കൂടെ ലഭിച്ച അറിവും പ്രകൃതിയിൽ നിന്ന് ലഭിച്ച അറിവും കൂടെ ഏകീകരിക്കുവാൻ പാതി മനസ്സോടെ തുടങ്ങിയ ഒരു ഉദ്യമം വളരെ വേഗത്തിൽ തർക്കമില്ലാതെ ഭൗതിക ജ്ഞാനമായി പരിണമിച്ചു. പെട്ടെന്ന് പ്രപഞ്ചം വളരെ വലുതായി. ദൈവം അവിടുന്ന് മാറ്റപ്പെട്ടു. ദൈവത്തിന്റെ സഹായമില്ലാതെ പ്രപഞ്ചം എളുപ്പത്തിൽ രൂപീകരിക്കാൻ പറ്റുമെന്ന അവസ്ഥയിൽ എത്തി. കോപ്പർനിക്കസ് ആകാശ മാതൃകകൾ വിപുലീകരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്തു. ഡാർവിൻ മുന്നോട്ട് വന്ന്
എങ്ങനെ ജീവൻ ആദിയിൽ ആവിർഭവിച്ചു എന്നും ദശലക്ഷ വർഷങ്ങൾ കൊണ്ട് പതുക്കെ ശൂന്യ സ്ഥലത്തു നിന്നുള്ള പൊടികൾ ഒന്നിച്ചു ചേർന്ന് ഭൂമി ഉണ്ടായി എന്ന വാദവുമായി മുന്നോട്ട് വരികയും ചെയ്തു. യൂണിവേഴ്സിറ്റികളും പ്രഭാഷണ ഹാളുകളും സമ്പന്നരായ ആ സമൂഹം നിർമ്മിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു. ഒട്ടും അതിശയകരമല്ലാത്ത, വളരെ പെട്ടെന്ന് അത് ചോദ്യം ചെയ്യാനാകാത്ത വണ്ണം വലിയ മേഖലയായി മാറി. വളർന്നു വന്ന ശാസ്ത്ര സംബന്ധമായ ഇതുമൂലം ഈ പ്രപഞ്ചം വിശാലമായി വികസിച്ചു. അനന്തമായ സ്ഥലം വരെ എത്തി. അതിൻ്റെ ഇടയിൽ നമ്മുടെ നീല ഗ്രഹം ഒഴുകി നടന്നു. ഇതല്ലേ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത്? ഇതല്ലേ നമ്മളും പഠിച്ചത്? നിങ്ങൾ ഒരു മരത്തിൽ നിന്ന് വന്നു, നിങ്ങളുടെ അമ്മാവൻ കുരങ്ങനാണ്. വ്യക്തിപരമായ അല്ല പാസ്റ്റർ പറയുന്നത്, അതല്ലേ നാം പക്ഷെ പഠിച്ചിട്ടുള്ളത്. എവിടെയാണ് ഇതിൽ ദൈവം? മനുഷ്യൻ ഈ ഗ്രഹത്തിലെ ഏറ്റവും ഔന്നത്യമുള്ള അവസ്ഥയിൽ ആണെങ്കിലും ഈ പ്രപഞ്ചത്തിൽ അവൻ ഒറ്റയ്ക്കല്ല എന്ന സാധ്യതയ്ക്ക് കൂടെ ഇത് വഴി തുറന്നു. അവസാനം പഴയ നാടകത്തിലെ പഴയ കഥാപാത്രങ്ങൾക്ക് വേണ്ടി രംഗം സജ്ജമായി. വീഴ്ച പറ്റിയ പ്രളയത്തിന് മുമ്പ് അതിക്രമിച്ചു കടന്നു വന്ന് പുതിയ വസ്ത്രം അണിഞ്ഞ് വീണ്ടും കയറുവാനായി തുടങ്ങുന്നു. മനുഷ്യരാശിയെ വീണ്ടും വഞ്ചിച്ച് പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ അവ പരിശ്രമിക്കുകയും ചെയ്യുന്നു. ഈ ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഈ യുദ്ധം, വഞ്ചിക്കുവാനുള്ള യുദ്ധം, ഈ കാലഘട്ടത്തിന്റെ അന്ത്യത്തോളം നിലനിൽക്കും. പാസ്റ്റർ കാലഘട്ടങ്ങളെ കുറിച്ച് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഈ കാലത്തിന്റെ ദൈവമുണ്ട്. അവൻ എന്തായാലും ആരായാലും യേശുക്രിസ്തു വിജയം നേടിയിരിക്കുന്നു. യേശുവിന്റെ സഭ യേശുവിന്റെ വിളക്കാണ്. അതിലൂടെ യേശു വെളിപ്പെടുകയും അന്ധകാരം തൂത്തുമാറ്റപ്പെടുകയും ചെയ്യും. യേശുവിന്റെ സഭ വിളക്കാകുന്നു. അതിലൂടെ യേശു വെളിപ്പെടുകയും അന്ധകാരം തുരത്തി മാറ്റപ്പെടുകയും ചെയ്യും. നമുക്ക് മത്തായി 28:18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലേക്ക് പോകാം. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ടും സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. നിങ്ങൾ ഇന്ന് കേട്ട സത്യം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എങ്കിൽ പാസ്റ്ററിനോട് സംസാരിക്കുക. അത് ഗൂഗിൾ ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് അറിയാത്ത സ്രോതസ്സുകളിൽ നിന്നും നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടേണ്ട ആവശ്യമില്ല. പക്ഷെ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അത് കിട്ടണം. നാം ഇപ്പോൾ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും മേലുള്ള ഒരു ലഘുചരിത്രമാണ് കണ്ടത്. ആമേൻ. അടുത്ത ആഴ്ച നാം ദൈവത്തെക്കുറിച്ച് പഠിക്കും. പാസ്റ്റർ ഉറപ്പ് തരുന്നു, നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകും. നിങ്ങൾ ദൈവത്തെ ഒരു പെട്ടിക്കുള്ളിലാണ് വെച്ചിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ ഒരു പെട്ടിക്കുള്ളിലാക്കുവാൻ പറ്റില്ല. കാരണം അവിടുന്നാണ് ആ പെട്ടി ഉണ്ടാക്കിയത്. അവിടുന്ന് തന്നെയാണ് ആ പെട്ടി. അതുകൊണ്ട് അത് പൂർണ്ണതയിൽ പഠിക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ശ്രദ്ധയോടെ ശ്രവിച്ചതിന് നന്ദി. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക. എല്ലാവർക്കും അനുഗ്രഹപൂർണമായ ഒരു ദിവസം ആശംസിക്കുന്നു.